ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ദൈവത്തെ ഇങ്ങനെ മുറുക്കി പിടിച്ചു. എൻ്റെ ദൈവമേ, റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവും വരുത്താതെ കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സർജറി കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃപാസനത്തിൽ വന്ന് ഫാദറിനെ കണ്ടു. ഫാദർ തന്നെ എൻ്റെ കഴുത്തിൽ ഉടമ്പടി തൈലം ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ റിസൾട്ട് വന്നു. എനിക്കൊരു കുഴപ്പമില്ല, നെഗറ്റീവാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത്, അതായത് ഒക്ടോബർ മാസത്തിൽ, അതായത് ജപമാല റാലി നടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. പക്ഷേ ഈ മുഴയും ആ സമയത്താണ് ഉണ്ടായത്. പക്ഷേ ഈ മുഴ കണ്ടതിന് മുന്നേ ആണോ അതിന് ശേഷമാണോ സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്വപ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്, അതായത് ഗേറ്റിൻ്റെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാത്രി സമയം, ഒരു 9-10 മണി. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ വലത്തേ കയ്യിൽ അമ്മയുടെ ലോക്കറ്റ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കും. ആർക്കും കണ്ടുകൂടാ. എൻ്റെ ഹസ്ബൻഡും അത് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കെ ആകെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രം ഉണ്ട്. അപ്പം 1-2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം പെട്ടെന്നൊരു വണ്ടി, അതായത് ഇടത് നിന്ന് വലത്തേ സൈഡിലോട്ടൊരു വണ്ടി പോവുക. അതിലൊരു അച്ഛനും മോനെന്ന് പറയുന്നത് ഒരു 5 വയസ്സുള്ളൊരു കൊച്ചു പയ്യൻ, ഒരു ആൺകുട്ടി, ഒരു കറുത്ത ഭംഗിയുള്ളൊരു ആൺകുട്ടി. പെട്ടെന്ന് അവൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഞങ്ങളെ നോക്കിക്കൊണ്ട് പോവുക. പെട്ടെന്ന് അവൻ്റെ അച്ഛനെ ഇങ്ങനെ അടിച്ചിട്ട് എന്തോ വണ്ടി നിർത്താൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. അയാൾ വണ്ടി നിർത്തി. ഈ 5 വയസ്സുള്ള ഈ പയ്യൻ പെട്ടെന്ന് ആ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി റോഡ് മുറിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അയ്യോ എന്ന് വിളിച്ചു. കാരണം മറ്റു വണ്ടി വരുന്നൊന്നും പോലും നോക്കാതെ ആ പയ്യൻ എൻ്റെ അടുത്തോട്ട് വരിക. അപ്പം ആ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും മാറി നോക്കുന്നുണ്ട്. പിന്നെ എന്നിലോട്ടായി അവൻ്റെ നോട്ടം. പിന്നെ അവൻ നോക്കുന്നത്, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിറകിലായിരുന്നു അവൻ്റെ നോട്ടം. പിന്നെ അവൻ എന്നെ നോക്കിയിട്ടില്ല. അവൻ പിറകിൽ നോക്കിയിട്ട് പെട്ടെന്ന് അവൻ കരയുക. അതായത് ഭയങ്കര അതിശയത്തോടു കൂടി. അവൻ എന്തോ അവിടെ കണ്ടു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ ഇരുട്ട്. അവന് സന്തോഷമുണ്ട്, പക്ഷെ അവൻ ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചു. അപ്പം പെട്ടെന്ന് ആ പയ്യൻ അതായത് അമ്മയുടെ ലോക്കറ്റ് ഇരിക്കുന്ന ഈ കയ്യിലാണ്, അത് ആർക്കും അറിയത്തില്ല. ആ കയ്യിൽ പിടിച്ചിട്ട് അവൻ്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചിട്ട്, അക്ക ഉങ്ക കൂട്ടത്തി അമ്മ ഇറുക്കെന്ന് അവൻ 2-3 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പം ഞാനും അങ്ങ് പേടിച്ചു പോയി, എൻ്റെ ഹസ്ബൻഡും പേടിച്ചു പോയി. അപ്പം ഞാൻ ആ പയ്യൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് എന്നെ വിട് എന്ന് പറയുക. പക്ഷേ 5 വയസ്സുള്ളെങ്കിൽ പോലും അവൻ്റെ കൈ പിടിച്ച് മാറ്റാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അവൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് അങ്ങ് ഉണർന്നു. പക്ഷെ എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് ആ സ്വപ്നം കണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവേണ്ടി